എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എഫക്ട്സ് കൊടുക്കുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഉള്ളത് അതായത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോയുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് BG എന്ന് പറയുന്ന ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ട് മേളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏതൊക്കെയാണ് കളർ മാറ്റം. കണ്ടോ, ആ കളർ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ മാറാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത്, ഇപ്പോൾ ഗ്രീഡിയൻ്റ് ആണ് ഗ്രീഡിയൻ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ താഴെ നിങ്ങൾക്ക് കണ്ടോ 2 ടിക്കും തൊട്ടിപ്പുറത്ത് 1 ടിക്കും കിടപ്പുള്ളൂ. നമ്മൾ ഇൻഷോട്ടിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഡബിൾ ടിക്ക് ഉള്ളപ്പോൾ അപ്ലൈ ടു ഓൾ എന്ന് പറയുന്ന എല്ലാ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോ അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചേഞ്ചസ് അവിടെ കാണിക്കും. പിന്നീട് 1 ടിക്കേ ഉള്ളെങ്കിൽ നമ്മൾ ആ ടിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഒരു പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓഡിയോ ഫോട്ടോ മാത്രമേ അവിടെ എന്താകത്തുള്ളൂ, അപ്ലൈ ആകത്തുള്ളൂ. അതാണ് ഈ 2 ടിക്കിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ അപ്ലൈ ചെയ്തു, ഞാൻ 1 ടിക്ക് കൊടുത്തു, സിംഗിൾ ടിക്ക് കൊടുത്ത് ഓക്കെ കൊടുത്തു. പിന്നീട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ നിന്ന് ക്രോപ്പ്. അതിൽ വലിയ കാര്യമില്ല. എന്താ പറയുക, നമ്മുടെ ആ ആഡ് ചെയ്തേക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ റെസൊല്യൂഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ ഒറിജിനൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അങ്ങനെ, ടിക്ടോക്ക് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഫോട്ടോയുടെ റെസൊല്യൂഷൻ ചെക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, ഫ്രെയിം റേറ്റ് ചെക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മിറർ എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, നമുക്ക് ആ ഫോട്ടോ മിറർ സൈഡിൽ കാണാം, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ സൂം എന്ന് പറയുന്ന ഓപ്ഷനാണ്. സൂം എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സൂം ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സൂം എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും ഒരു 3 ടൈപ്പ് സൂമാണ്. നണ്ണ് ഒന്നും വേണ്ട. അതേപോലെ സൂം ഔട്ട്, സൂം ഇൻ, മൂവ് ലെഫ്റ്റ്, മൂവ് റൈറ്റ്, മൂവ് അപ്പ് ആൻഡ് മൂവ് ഡൗൺ. ഇതിലെ സൂം ഇൻ എന്ന് കൊടുക്കുമ്പോഴത്തേനും കണ്ടോ ആ ഒരു ഫോട്ടോ സൂമായിട്ട് വരും. നമ്മളിപ്പം സ്റ്റാറ്റസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതേപോലെ പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതായത് ഫോട്ടോ സൂമായിട്ട് വരുന്നു. പിന്നീട് സൂം ഔട്ട്, അതായത് സൂം ഔട്ട് ആവുന്നു. കണ്ടോ, വലിയ സൂമിൽ നിന്നും സൂം ഔട്ടായിട്ടുള്ള പിക്ചറാണ് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നത്. അതേപോലെ മൂവ് ലെഫ്റ്റിലേക്ക് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ മൂവ് റൈറ്റിലേക്കാണെങ്കിൽ മൂവ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ മൂവ് അപ്പ് കൊടുക്കുക, ഡൗൺ ആണെങ്കിൽ മൂവ് ഡൗൺ കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് നിങ്ങൾ പലരും ഒരുപാട് പേര് സ്റ്റാറ്റസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഇത് അറിയാത്തവർക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാണ് ഈ സൂം എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നീട് ഫോർവേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതായത് ഒരു പിക്ചറിൻ്റെ തൊട്ട് മുകളിൽ മറ്റൊരു പിക്ചർ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സൂം എന്ന് പറയുന്നത്. കണ്ടത് നമ്മളിവിടെ പ്ലേസ് ചെയ്തു. നമുക്കിത് വേണമെങ്കിൽ റിസൈസ് ചെയ്ത് നമുക്ക് എവിടെ ഫിക്സ് ചെയ്യേണ്ട ആ രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയുടെ അടുത്ത് തന്നെ മറ്റൊരു ഫോട്ടോ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആ ഒരു ഫോർവേഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഉപയോഗിക്കുന്നത്. നമുക്കതിൻ്റെ മോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിൻ്റെ ഓപ്ഷനാണ് ഈ തൊട്ട് മുകളിൽ കൊടുത്തേക്കുന്നത്. റീപ്ലേസ് ചെയ്യാം, അതിന് മോഷൻസ് കൊടുക്കാം. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഓപ്ഷൻ ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നത്.